ജാസ്മിൻ ജാഫർ നാം എല്ലാവർക്കും അറിയുന്നൊരു പേരാണല്ലോ അത്. ഒരിക്കൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നൊരു വ്യക്തി. ബിഗ് ബോസ് എന്ന ഒരു വലിയ റിയാലിറ്റി ഷോ കണ്ടവർക്കും അല്ലാത്തവർ സോഷ്യൽ മീഡിയയിലൂടെയും അറിയുന്ന അവരുടെ കാര്യങ്ങൾ. ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഒന്ന് കണ്ടാൽ അതിനെക്കുറിച്ച് നിരന്തരം പറയുകയും മറ്റൊന്ന് കണ്ടാൽ അത് പഴയത് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ കേരളീയരുടെ ഒരു പ്രകൃതം. അതാണ് ഇതൊന്ന് ഇവിടെ പറയാമെന്ന് ഞാൻ വെച്ചത്. ആ പെൺകുട്ടി ഒരു കല്യാണം നിശ്ചയിച്ച് ഉറപ്പിച്ചതിന് ശേഷം ബിഗ് ബോസ് എന്നൊരു വലിയ റിയാലിറ്റി ഷോയിൽ പോവുകയാണ്. അവിടെ വെച്ച് മറ്റൊരു പയ്യനുമായി പ്രണയത്തിലായി. അവിടെ സടകുടഞ്ഞെഴുന്നേറ്റതാണ് മലയാളികളുടെ സദാചാര ബോധം. ആ പെൺകുട്ടിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല ഞാനിപ്പോൾ. കുറച്ച് ഓവർ തന്നെയായിരുന്നു ആ പെൺകുട്ടി, ആ പയ്യനുമായുള്ള ഇടപഴകൽ. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ അത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം, അതായത് പരസ്യമായി അതിനെക്കുറിച്ച് പറയുന്ന ആളുകളാണ് അധികവും. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. അത് ആ വ്യക്തിയോട് പറയാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ആ പെൺകുട്ടി മാത്രമായിരുന്നു ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നത്. അവരുടെ കുടുംബം, അവരുടെ ഫാമിലി എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ രക്ഷിതാക്കൾക്ക് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും അത് അറിയിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മെനക്കെടാൻ ആരും തയ്യാറായില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുറച്ചാളുകൾ അത് ഒരു കണ്ടൻ്റായി കണ്ടു, ലാഭമുണ്ടാക്കാനുള്ളൊരു കണ്ടൻ്റായി അതിനെ കണ്ടു. ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാനൊന്ന് പറയട്ടെ, ആ പെൺകുട്ടി പുറത്തിറങ്ങിയാൽ എങ്ങനെ ഈ നാട്ടിൽ തല ഉയർത്തി നടക്കും എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. സത്യം, അത്രക്കായിരുന്നല്ലോ ആ പെൺകുട്ടിക്ക് നേരെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി. പക്ഷേ അവൾ ഈ നാട്ടിൽ തല ഉയർത്തി നടക്കുക മാത്രമല്ല, അവൾ ഇഷ്ടപ്പെടുന്ന ആ പയ്യൻ്റെ കൂടെ കൈ പിടിച്ച് ഒരുപാട് ഫങ്ഷൻസിനും മറ്റും പങ്കെടുത്തു കഴിഞ്ഞു. അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കൂടെ ഒരു ഫാൻസ് മീറ്റും അവൾ നടത്തി. ഫാൻസ് മീറ്റിൽ നമ്മൾ കണ്ടതും അല്ലാത്തതുമായ ഒരുപാട് ആളുകൾ അവളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നെഗറ്റീവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം കോമാളികളായ ജനത നമ്മുടെ നാട്ടിൽ ഉണ്ടായതുകൊണ്ടല്ല. ഏത് പ്രതിസന്ധിയിലും താൻ ചെയ്ത തെറ്റാണെന്ന് അവൾ സമ്മതിച്ചു. വീണ്ടും തല ഉയർത്തിപ്പിടിച്ച് അത്യന്തം ബോൾഡായി അവൾ പൊതുജനരംഗത്തിറങ്ങി. അവളുടെ കാര്യങ്ങൾ അവൾ ചെയ്തു. അവളുടെ ജീവിതമാർഗമായ വ്ലോഗ് അവൾ റീസ്റ്റാർട്ട് ചെയ്തു. എന്നതൊക്കെ കൊണ്ട് തന്നെയാണ് അവൾക്ക് ഇത്രമാത്രം നെഗറ്റീവ് നേടിക്കൊടുക്കാനുണ്ടായ ആ പയ്യൻ അവളുടെ നിഴൽ പോലെ ഇന്നും കൂടെയുണ്ട് എന്നതും ആ പെൺകുട്ടിയുടെ ഭാഗ്യത്തേക്കാൾ ഉപരി അവളുടെ കഴിവായി ഞാൻ കാണുന്നു. നന്ദി, നമസ്കാരം.